ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. പഴവും ഗോതമ്പ് പൊടിയും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അതിനായിട്ട് 2 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ചൂടൊക്കെ പോയതിനു ശേഷം നമുക്ക് അതൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു സ്പൂണ് വെച്ചിട്ടൊക്കെ ആയാലും ഉടച്ചെടുത്താൽ മതി. ഇപ്പൊ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ശർക്കര ചീകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചു നേരം വെച്ചത് കാരണമാണ് അങ്ങനെ മെൽറ്റായി പോയത്. നിങ്ങളുടെ അടുത്ത് ശർക്കരയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. മധുരം കുറവ് വേണ്ടവർക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. അതല്ല ഏലക്കപ്പൊടി മാത്രമാണെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടാ. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് ഗോതമ്പ് പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടി ഞാൻ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. പിന്നെ 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 1/4 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടാ. അപ്പൊ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ച് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടാ. അപ്പൊ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി എടുത്താൽ മതി കേട്ടാ. എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം കറുത്ത കളറായി മാറും. ഇതുപോലെ ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഉള്ളു വേവാനും കുറച്ച് പണിയാവും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടാ. അപ്പോൾ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വട തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടാ. ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് അതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടാ. നമ്മൾ ലോ ഫ്ലെയിമിലാണല്ലോ അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതിട്ടാ. ഇപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് വട തയ്യാറായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണെങ്കിലും ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടോ ഈ ഒരു പലഹാരം. അപ്പൊ അടുത്ത സ്റ്റെപ്പും ഞാനിവിടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് കേട്ടാ. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പും ഇവിടെ തയ്യാറായിട്ടുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. പഴവും ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ളതാണല്ലോ. അങ്ങനെ എല്ലാ വടയും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും ആണ് ഇത് കഴിക്കാനായിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും ഈ ഒരു പലഹാരം. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു പലഹാരത്തിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്